അയ്യോ നാഷണൽ അവാർഡ് പത്മശ്രീ വരെ കൊടുക്കും അതിന്റെ മോന്, അതിന്റെ ഡയറക്ടർക്ക്. റൈറ്റർക്ക് 10 പത്മശ്രീ. ഓ കേരള സ്റ്റോറിയുടെ ടീച്ചർ കണ്ടിരുന്നു. അതിനെ കുറിച്ച് പറയാണ്ടിരിക്കല്ലോ നല്ലത്. അല്ല ഞാൻ സത്യത്തില് ഞാൻ അതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ പറയാറില്ല എന്നല്ല, നമ്മള് കേരളത്തിലെ ആൾക്കാർക്ക് അറിയാലോ എന്താണ് നമ്മൾ മതസൗഹാർദ്ദം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പിന്നെ ആരെയും കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ചോദ്യം കുറെ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പൊ ദൃശ്യം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഉണ്ടോ? ഒക്കെ ഒരു മൂവി സിനിമയായിട്ട് കാണുക, അത്ര ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അതാ ഞാൻ പറഞ്ഞല്ലോ, എന്നെ കടിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കും. അതല്ല നല്ലത്. നമ്മളൊരാളെ നിർബന്ധിക്കണില്ലല്ലോ. നമ്മൾ ഹിന്ദുക്കൾ എങ്ങനെയാണ്, മുസ്ലിമുകൾ എങ്ങനെയാണ്, ക്രിസ്ത്യൻസ് എങ്ങനെയാണ്, നമ്മുടെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം നമ്മളെങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഹിന്ദുക്കൾ ക്രിസ്ത്യൻസ് ഫ്രണ്ട്ഷിപ്പ്, മുസ്ലിം ഉണ്ടാവില്ലേ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മളെങ്ങനെയാണ് മതസൗഹൃദം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളൊരാളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കില്ലല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം നമ്മുടെ അത് ഞാൻ പറഞ്ഞ ആ സിനിമയെ കുറിച്ചിട്ടേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അധികം പറയാം. അതിനെക്കുറിച്ച് നന്നായി നമ്മുടെ പറയുന്ന ഒരാളുണ്ട്, ഫോൺ ഓഫ് ഫ്രണ്ട്. അതെ, എനിക്കൊരാളുടെ സഹായം വേണം കൈസ് എന്നൊക്കെ. നമുക്ക് വിളിക്കാമല്ലോ, നിങ്ങളുടെ എല്ലാമായ സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. ആള് നന്നായി പറയില്ല ഇതിനെ കുറിച്ച്. അതെ, സായി ചേട്ടാ തിരക്കിലാണോ? അതെ, ഇവിടെ മീഡിയക്കാര് വന്നിട്ടുണ്ടേ. ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ അവര് വന്നാ. ഇവര് കേരള സ്റ്റോറിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ദൈവമേ. സായിചേട്ടനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, സായിചേട്ടനോട് ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്താണ് നിങ്ങക്ക് പറയാളെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ പറയാനുള്ളത്, നമ്മളെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിട്ട് നോർത്തുനിന്ന് ഇറക്കി വിട്ടൊരു പ്രൊപ്പഗണ്ട സംഘപരിവാറിന്റെ. അതിന്റെ ആദ്യത്തെ ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നോ സായി? ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല, കാണില്ല. ഇതിന്റെ ഒരു കാശ് പോലും ഞാൻ ആ സാധനത്തിന് കൊടുക്കൂല. എന്താ കാരണം? എന്തിനാ ഞാൻ അതിന് ഫണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്? പ്രൊപ്പഗണ്ടയ്ക്ക് നമ്മളെ നാടിനെ കുറിച്ചൊരു റോങ് ആയിട്ട് എക്സാജറേറ്റഡ് ആയിട്ടൊരു സാധനം കാണിക്കുന്നത് അതൊരു സിനിമയായിട്ട് കണ്ട പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വന്ന ഹാൽ എന്തിനാ പറഞ്ഞേ? എന്തിനാ മറ്റേ ജാനകി ജോസഫ് സ്റ്റേറ്റില് ജാനകിയുടെ പേര് മാറ്റാൻ പറഞ്ഞേ? ഹാലിൽ എന്തിനാ ബീഫ് കഴിക്കുന്ന സ്ഥലം വെട്ടാൻ പറഞ്ഞേ? അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നില്ലേ? എന്ന് ജനനായകം നടന്നു വെച്ചേ ക്രിയേറ്റിവിറ്റി ഇല്ലേ? എത്ര നാഷണൽ അവാർഡ് കിട്ടും ഇതിന് കേരള സ്റ്റോറിക്ക്? അയ്യോ നാഷണൽ അവാർഡ് പത്മശ്രീ വരെ കൊടുക്കും അതിന്റെ മോന്, അതിന്റെ ഡയറക്ടർക്ക്. റൈറ്റർക്ക് 10 പത്മശ്രീ. പറ്റിയ മോദിന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു ഫുഡും മേടിച്ചു കൊടുക്കും. ഇത് ഈ കേരളത്തിലെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ഇറക്കി വിട്ടുന്ന ഒരു പരിപാടിയായി തോന്നുന്നുണ്ടോ? എടാ ചോദിക്കണ അനക്കത് തോന്നുന്നുണ്ടോ? അല്ല, നമുക്ക് കാണുമ്പോ നമ്മുടെ കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങൾ അതിൽ കാണിക്കുന്ന പോലെ ഒരു തോന്നല് വന്നത്. അത് അനക്ക് വന്നില്ല. അതേപോലെ തന്നെ എല്ലാവർക്കും വരണം. ഞാൻ പറയുമ്പോ ഒരു മനുഷ്യ പോലും തിയേറ്ററിൽ പോകരുത്. കേരളത്തിൽ നിന്ന് ആരും പോരുത്, മലയാളികൾ ആരും കാണരുത്. പരിപാടി നിർത്തണവര്. പിന്നെ അത് കേരളത്തിന് വേണ്ടി ഇറക്കിയ പ്രൊജക്റ്റ് അല്ല, നോർത്തിന് വേണ്ടി ഇറക്കിയ പ്രൊജക്ട്. ഇങ്ങനെ പോയി കേൾക്കില്ല കേട്ടോ. ഇതിൽ സെൻസർ ബോർഡിന്റെ നിലപാട് എന്തായിരിക്കും? സെൻസർ ബോർഡിന്റെ നിലപാട് UA16+ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ഇതിലും കൂടുതൽ നിലപാട് എന്താ ഉള്ളത്? അതിനകത്ത് വർഗീയത പോട്ടെ, അതിനകത്ത് എത്ര കാറ്റഗറി സീൻ ഉണ്ട്, അഡൽട്ടറി സീൻസ് ഉണ്ട്, അതിനകത്ത് പീഡന സീൻ വരെ ഉണ്ട്. എന്താ വെട്ടി മാറ്റാഞ്ഞേ? എന്ത് 16+ കൊടുത്തേ? അപ്പൊ അത് തന്നെ മനസ്സിലായിക്കൂടെ നമുക്ക്? ഇപ്പൊ മനസ്സിലായി. അതെ, ഇപ്പൊ മനസ്സിലായി. ഇതിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത എന്നോടാ പാലാന്ന് ഇതിനെ കുറിച്ച് ഇവര് ചോദിക്കാൻ വന്നേ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ.